അങ്ങനെ സഖാവ് വി എസ് അച്യുതാനന്ദൻ ദീപ്തമായ ഒരു ഓർമ്മയായി അവശേഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വലിയ ചുടുകാട്ടിലെ വിപ്ലവ ഭൂമി ഏറ്റുവാങ്ങി. പി കൃഷ്ണപിള്ള അടക്കം ഉള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അതുപോലെ പുന്നപ്പുറ വയലാർ രക്തസാക്ഷികളും അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ മണ്ണിലാണ് വി എസിൻ്റെയും അവസാനം എത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കും. വി എസിനെ കുറിച്ച് പല ഓർമ്മകളും പലരും പല സ്ഥലത്തും പങ്കുവെച്ച് കണ്ടു. ശ്രീമതി സുജ സൂസൻ എഴുതിയ കുറിപ്പാണ് എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത്. സൂര്യനെല്ലയിൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് വി എസ് 1,00,000 രൂപ പൊതിഞ്ഞു കെട്ടി കൊടുത്തു. അത് വാങ്ങാൻ ആ കുട്ടിയുടെ പിതാവ് വിസമ്മതിച്ചപ്പോൾ അവളുടെ മുത്തച്ഛൻ തരുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഈ സംഖ്യ ഏൽപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. അതാണ് ശരിക്കുള്ള വി എസ് എന്ന് ഞാൻ വിചാരിക്കും. ഇനി വി എസിനെ കുറിച്ച് പലരും പറഞ്ഞ് പകുതിയാക്കി നിർത്തിയ ഒരു സംഭവമാണ് ഞാനിവിടെ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ് സഖാവ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം. 2012 മെയ് മാസത്തിലാണ്, മെയ് മാസം 4-ാം തീയതിയാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ മുമ്പുണ്ടായിരുന്ന ആളുകളുടെ താല്പര്യപ്രകാരം വാടക കൊലയാളികൾ വെട്ടിക്കൊല്ലും. കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഈ കൊലപാതകം നടന്ന ഉടനെ ആളുകൾ പറഞ്ഞത്, CPM-കാർ പ്രചരിപ്പിച്ചത് ഇത് മുസ്ലിം മത തീവ്രവാദികളാണ് ചന്ദ്രശേഖരനെ കൊന്നത് എന്നാണ്. പിന്നീട് PC ജോർജിൻ്റെ കരാള ഹസ്തങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ആരോപിച്ചു. ആർക്കും ഓടിക്കയറാവുന്ന ഒരു ചാഞ്ഞ മരമാണ് PC ജോർജ്. PC ജോർജ് സംഗതി വശാൽ എന്തോ കാര്യത്തിന് കണ്ണൂർ ചെല്ലുകയും ചെയ്തു. അപ്പോൾ വളരെ പെട്ടെന്ന് PC ജോർജിനെ കുറ്റപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. പക്ഷേ പിന്നീട് വിശദമായ അന്വേഷണത്തിൽ ഇത് കൊടിസുനി, കിർമാണി മനോജ്, അതുപോലെ ട്രൗസർ മനോജ്, മുഹമ്മദ് ഷാഫി മുതലായ ചില ധീര വിപ്ലവകാരികൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കന്മാരുടെ അനുഗ്രഹത്തോടും ഒത്താശയോടും ആശീർവാദത്തോടും കൂടി നടത്തിയ കൊലയാണ് എന്ന് ബോധ്യമായി. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. പുള്ളി ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഈ പ്രതികളെ മുടക്കോഴി മലയിലൊക്കെ പോയി അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ വലിയ കോലാഹലം ഉണ്ടാക്കിയ സംഭവമാണ്. അതിൽ കുറേ പ്രതികളെയൊക്കെ കോടതി ശിക്ഷിച്ചു, വിചാരണ കോടതി ശിക്ഷിച്ചു. ഹൈക്കോടതിയിൽ വന്നപ്പോൾ ശിക്ഷ ശരിവെച്ചു എന്ന് മാത്രമല്ല, വിചാരണ കോടതി വെറുതെ വിട്ട ചില സഖാക്കളെ കൂടി ഹൈക്കോടതി ശിക്ഷിച്ചു. ഈ സംഭവം എല്ലാവർക്കും അറിവുള്ളതാണ്. ഇതുണ്ടായി കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഈ ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി അഥവാ കേരള മഹാരാജാവ്, കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ. അന്ന് അദ്ദേഹം ചക്രവർത്തി ആയിട്ടില്ല, പാർട്ടിയിലെ മാത്രം സെക്രട്ടറിയാണ്. അങ്ങനെ പ്രഖ്യാപിച്ച അദ്ദേഹം ഈ ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി പാർട്ടിക്കൊരു ബന്ധവുമില്ല, അങ്ങനെ ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നാണ്. അവരെങ്ങനെയാണ് പാർട്ടി സംരക്ഷിച്ചതെന്നും ഇതിൽ ചില കൊഞ്ഞാണന്മാരൊക്കെ മരിച്ചപ്പോൾ പാർട്ടി അവർക്ക് എതിരെയുള്ള അന്ത്യയാത്രയാണ് കൊടുത്തതൊക്കെ നമ്മൾ പിന്നീട് കണ്ടു. ഈ പിണറായി വിജയൻ്റെ വാക്കും പഴയ ചാക്കും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് അറിയാവുന്നുണ്ട്. നമുക്ക് അതിലൊന്നും വലിയ അത്ഭുതം തോന്നില്ല, അത് വേറെ. പക്ഷേ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കുലംകുത്തി എന്ന് വിളിച്ചതിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുലംകുത്തി എപ്പോഴും കുലംകുത്തി തന്നെ ആയിരിക്കും എന്നാണ്. അങ്ങനെ ഈ മരിച്ചുപോയ ചന്ദ്രശേഖരനെ പിന്നെയും കുലംകുത്തി എന്ന് വിളിച്ച് കേട്ടപ്പോൾ വി എസിന് സഹിച്ചില്ല. കാരണം വി എസിൻ്റെ ഒരു അത്യുത്തമ ശിഷ്യനായിരുന്നു ടി പി ചന്ദ്രശേഖരൻ. ഇയാൾ വി എസ് ഗ്രൂപ്പിൽ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും കോഴിക്കോട് ജില്ലയിലെ ഒരു സമുന്നത CPM നേതാവായിട്ട് വിലസുകയും വിരാജിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് പുള്ളിക്ക് വി എസ് ഗ്രൂപ്പുകാരനാവാനാണ് തോന്നിയത്. അതുകൊണ്ട് പുള്ളിക്ക് പിന്നെ പാർട്ടി വിട്ടു പോകേണ്ടി വന്നു. അദ്ദേഹം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചു. അതുകൊണ്ട് ജയരാജൻ്റെ സഹോദരി സതീദേവി വടകരയിൽ തോറ്റുപോയി എന്നൊരു ധ്വനി വന്നു. അങ്ങനെ ഇദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ആ കൊല ഇവർ നടപ്പാക്കി. ഇതാണ് സംഭവം. അപ്പോൾ കുലംകുത്തി എന്നും കുലംകുത്തി ആയിരിക്കുമെന്ന് കേട്ടപ്പോൾ വി എസിന് സഹിച്ചില്ല. പുള്ളി ഈ ധീര രക്തസാക്ഷി ചന്ദ്രശേഖരനെ ഇങ്ങനെ കുലംകുത്തി എന്ന് വിളിച്ചത് ശരിയായില്ല എന്ന് അഭിപ്രായപ്പെടുകയും പാർട്ടി സെക്രട്ടറിയെ ഡാങ്കയോട് ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഡാങ്ക എന്ത് തെറ്റാ ചെയ്തത്? സത്യത്തിൽ ഡാങ്കയ്ക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. പുള്ളി ആളെ കൊല്ലാൻ പോകുന്ന ആളെ അല്ല. CPM-കാരുടെ ശകാര നിഘണ്ടുവിലെ ഏറ്റവും വലിയ തെറിയാണ് ഡാങ്ക. ഡാങ്ക ആരാണെന്നറിയാത്തവരാണ് ഡാങ്കയെ കുറ്റപ്പെടുത്തുന്നത്. പണ്ട് CK ചന്ദ്രപ്പനെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ഡാങ്കയിസ്റ്റ് എന്ന് വിളിച്ചു. ഡാങ്ക ആരാണെന്ന് ചോദിച്ചെങ്കിൽ കോടിയേരി കറങ്ങിപ്പോയത്. പുള്ളി വിചാരിച്ച് ഈ കായംകുളം കൊച്ചുണി എന്നൊക്കെ പറഞ്ഞ പോലെ ആരോട് ഡാങ്ക എന്നാണ്. ഏതായാലും ഡാങ്കയോട് ഉപയോഗിച്ചു. ഡാങ്കയോട് ഉപയോഗിച്ചപ്പോൾ വലിയ പ്രശ്നമായി. അതുമാത്രമല്ല, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വി എസ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാറിൽ
ഒഞ്ചിയത്ത് പോവുകയും ചന്ദ്രശേഖരൻ്റെ മാതാവിനെയും ഭാര്യ രമയെയും മകൻ അഭിനന്ദനെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് വലിയ സംഭവം. സകലമാന ടി വി ചാനലുകളും ഈ വി എസിൻ്റെ വാഹനത്തിൻ്റെ പുറകെ വച്ചടിക്കും. ഏതാണ്ട് ജസ്റ്റിസ് ശിവരാജൻ ഈ സോളാർ കേസിൽ CD അന്വേഷിച്ച് പോയ പോലത്തെ പോക്കൻ അത് ആദ്യ അവസാനം ടെലിവിഷൻ ചാനലുകൾ പകർത്തി. വി എസ് ഒഞ്ചിയത്തി എന്നിറങ്ങിയപ്പോൾ ഏതാണ്ട് തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ട്. അദ്ദേഹം അവിടെ ചെല്ലുന്നു, ഇവരെ ആശ്വസിപ്പിക്കുന്നു, തിരിച്ചു വരും. പാർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്തു. ഈ പത്രങ്ങളിൽ വരാത്ത സംഗതിയാണ് ഇത്. മിക്കവാറും പത്രങ്ങളൊക്കെ ഈ രമയും വി എസും കൈ ചേർത്ത് പിടിച്ചേക്കുന്ന പടവും അന്നത്തെ ഒഞ്ചിയ യാത്രയുടെ വാർത്തകളും ഒക്കെ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഈ പത്രങ്ങൾ പറയാൻ വിട്ടുപോയ സംഭവം ഒന്ന് ഡാങ്കയോട് ഉപമിച്ചു, രണ്ടാമത് ഇദ്ദേഹത്തിന് നേരെ പാർട്ടി നടപടിയെടുത്തുമാണ്. സത്യത്തിൽ ഈ പാർട്ടി നടപടിയെടുത്താണ് ഇതിൽ ഏറ്റവും രസകരമായ ഭാഗം. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. പാർട്ടി വി എസിൻ്റെ ഈ ഒഞ്ചിയം യാത്ര ഒരു വലിയ അനുസരണക്കേടും അതിഭയങ്കരമായ അച്ചടക്ക ലംഘനവും മാർക്സിയൻ തത്വങ്ങളുടെ ലംഘനവുമായിട്ട് വിലയിരുത്തി. വി എസ് മൂക്കോട്ട് ഇൻട്ര എന്ന് എഴുതുകയോ അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ സ്വയം തെറ്റേറ്റ് പറയുകയോ ചെയ്യണം എന്ന് പറയും. അങ്ങനെ വി എസ് തെറ്റേറ്റ് പറയാൻ തീരുമാനിച്ചു. ആ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് വക്കീൽ ഓഫീസ് കലൂർ പോണോത്ത് റോഡിലാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇന്ത്യ വിഷൻ ചാനലിലേക്ക് പോകാനുണ്ട്. ഇന്ത്യ വിഷൻ്റെ സ്റ്റുഡിയോ പാടിവട്ടത്താണ്. പോകാൻ പുറപ്പെട്ട് പാലാരിവട്ടത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് MP ബഷീർ വിളിക്കും. വേഗം പറഞ്ഞു, സഖാവ് വി എസ് മാപ്പ് പറയാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി, വി എസ് എങ്ങനെയായിരിക്കും ഈ ഖേദപ്രകടനം നടത്തുന്നത്. അവിടെ ചെല്ലുന്നു, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരിക്കേണ്ടി വന്നു. അപ്പോഴത്തേക്കും എൻ്റെ വി എസ് വരുന്നു. മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട്. വി എസ് വേറെ പല കാര്യങ്ങളും പറയും, രാജ്യ പുരോഗതിയെക്കുറിച്ചും ഉമ്മൻചാണ്ടിയുടെ ദുർഭരണത്തെ പറ്റിയൊക്കെ പരാമർശിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഈ 51 വെട്ടേറ്റ് മരിച്ച ധീര രക്തസാക്ഷി സഖാവ് TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം പോയത് ശരിയായില്ല. മറ്റേതെങ്കിലും ദിവസമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയായി പാർട്ടി വിലയിരുത്തുന്നു. ഞാനും അത് അംഗീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? അന്ന് പോയതേ കുഴപ്പമുള്ളൂ, വേറെ ഏതെങ്കിലും ദിവസം പോയാൽ കുഴപ്പമില്ല. 51 വെട്ടേറ്റ് മരിച്ച, പിന്നെയും പറയും, ധീര രക്തസാക്ഷി സഖാവ് TP ചന്ദ്രശേഖരൻ്റെ വൃദ്ധയായ മാതാവിനെയും വിധവയായി തീർന്ന ഭാര്യയെയും അശരണനായ മകനെയും സന്ദർശിക്കാൻ പോയത് ആ ദിവസം ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് പറഞ്ഞു, ഈ ഡാങ്കയോട് ഉപമിച്ച പ്രശ്നമുണ്ടല്ലോ, കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച പോലെയാണ്. പിണറായി വിജയനെ ഡാങ്കയോട് ഉപമിച്ച അത് ഉപമ തെറ്റാണെന്നുള്ള ഞാൻ അന്നേ പറഞ്ഞതാണ്. ഇളവല്ല പോൾട്ടിനോടോ അല്ലെങ്കിൽ ചൗഷസ്ക്യൂനോടോ മറ്റുമാണ് ഉപമിക്കേണ്ടിയിരുന്നത്. വി എസിന് ഇവരൊന്നും പരിചയമില്ലാത്തതുകൊണ്ടൊന്നും, പുള്ളി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ കുറച്ച് വീക്കാൻ. അതുകൊണ്ട് വി എസ് പറഞ്ഞു, 51 വെട്ടേറ്റ് മരിച്ച ധീര രക്തസാക്ഷി സഖാവ് ചന്ദ്രശേഖരനെ കുലം കുത്തി കുലം കുത്തി കുലം കുത്തി എന്ന് വീണ്ടും വീണ്ടും വിളിച്ചാക്ഷേപിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഡാങ്കയോട് ഉപമിച്ചത് തീരെ ശരിയായില്ല എന്ന് പുള്ളി അർത്ഥോക്തിയിൽ നിർത്തി. ശരിക്കും ഉപമിക്കേണ്ടത് സ്റ്റാലിനോടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ സിൽബന്തിയായ ബെറിയോടോ അല്ലെങ്കിൽ ഹിറ്റ്ലറോടോ മുസോളിനോടോ വല്ലവരായിരുന്നു. വി എസ് ഒരു മാന്യനായതുകൊണ്ടാണ് ഡാങ്കയോട് ഉപമിച്ച്. പുള്ളി അവിടെ നിർത്തി. അങ്ങനെ ആ അധ്യായം അവസാനിച്ചു. ഇത് കേട്ട ഉടനെ ഇതിൽ അടുത്ത തമാശ പറഞ്ഞു, ഈ മനോരമ ചാനലിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ ലേഖകന്മാരോട് ഒപ്പിട്ട് അപ്പോൾ തന്നെ അവർ ക്യാമറ അവിടുന്ന് കട്ട് ചെയ്തു. ഉടനെ ചാനലുകാർ വി എസ് മാപ്പ് പറഞ്ഞു, വി എസ് മാപ്പ് പറഞ്ഞു, വി എസ് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത്. ബ്രേക്കിംഗ് ന്യൂസ്, വി എസ് മാപ്പ് പറഞ്ഞു. സത്യത്തിൽ വി എസ് മാപ്പ് പറയുകയല്ല ഇത്. വി എസ് ഇവരെ അതിഭയങ്കരമായിട്ട് അപരാധിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തോട് മാപ്പ് പറയാൻ പറഞ്ഞ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. അവരുടെ മുഖത്തിൻ്റെ കളർ വ്യത്യാസം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. പക്ഷേ ഈ ബുദ്ധിജീവികളായ മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലായില്ല. നമ്മുടെ ഇന്ത്യ വിഷൻ ചാനൽ മാത്രമേ ഈ വിഷയം തുടർന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ഞാനാണ് വി എസിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നത്, വി എസിനെ എതിർത്ത് സംസാരിക്കുന്നത് നമ്മുടെ സഖാവ് മാധവൻകുട്ടിയാണ്, എൻ മാധവൻകുട്ടി. മാധവൻകുട്ടി നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്നായിരുന്നു. സഖാവ് പിണറായി എന്ന് പറയുന്നത് ഈ ഖ എന്നുള്ളത് ഇഖ എന്ന് ഉച്ചരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു വലിയ വിപ്ലവകാരിയും
പിണറായി സഖാവിൻ്റെ സ്തുതിഗായകനുമാണ്. ഈ ചർച്ച ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സത്യത്തിൽ VS മാപ്പ് പറയല്ലേ ഇത് കിടന്നത്. മാപ്പ് പറയാൻ പറഞ്ഞ ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഊശിയാക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ കൊല്ലത്തെ ഏറ്റവും വലിയ തമാശയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഉള്ളിലൊരു ഭയമുണ്ട്. മാധവൻകുട്ടി അങ്ങനെയൊന്നും അല്ല, സഖാവ് VS ഉത്തമ മനസ്താപത്തോടി മുട്ടുകുത്തി ഇന്ന് കുമ്പസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കത്തോലിക്ക തിരുസഭയുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയപ്പോൾ ഇത് കുമ്പസാരമാണ് എന്ന് പറഞ്ഞതെങ്കിൽ ഞാൻ തട്ടിപ്പോരും. പക്ഷേ ഭാഗ്യത്തിന് മാധവൻകുട്ടി കറക്റ്റ് അവിടെ തന്നെ കയറി പിടിച്ചു. മാധവൻകുട്ടി ചൂടായി, പുള്ളിയുടെ BP വല്ലാതെ കൂടി, പുള്ളും മുഖം അല്ലെങ്കിൽ തന്നെ കുറച്ച് ചുമന്നായിരിക്കുന്നത്, ഇതോടെ ഭയങ്കരമായിട്ട് ചോദിച്ചു. മാധവൻകുട്ടി ഗർജിച്ചു. മാധവൻകുട്ടി പറഞ്ഞു, സഖാവ് VS ഈ മാപ്പ് പറയലിലൂടെ പാർട്ടിയെ അപമാനിച്ചിരിക്കുകയാണ്, ഇയാളുടെ പേരിൽ കൂടുതൽ നടപടി എടുക്കണം. സത്യം പറഞ്ഞാൽ ഞാനും ജയിച്ചു, VS ജയിച്ചു. ആ പ്രശ്നം VS മാപ്പ് പറഞ്ഞില്ല, അപ്പോഴത്തേക്ക് ബാക്കി ചാനലുകാർക്ക് ബുദ്ധി വെച്ചു. VS മാപ്പ് പറയാതെ പാർട്ടിയെ ഊശിയാക്കി എന്ന രീതിയിൽ വാർത്തു. അപ്പോൾ ഇതാണ് VS. ഇപ്പോൾ VSനെ കുറിച്ച് ആ സംഭവം ഓർമ്മയില്ലാത്ത ആളുകൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇതായിരുന്നു നമ്മുടെ സഖാവ് അച്യുതാനന്ദൻ. അപ്പോൾ ഇങ്ങനെ പാർട്ടിയുടെ ഈ ശാസ്ത്ര നടപടികളൊക്കെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ മൂപ്പിലാന്ന് അറിയാൻ പറ്റും. ഏതായാലും സഖാവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് മാധവൻകുട്ടിയുടെ ആയുരാരോഗ്യങ്ങൾ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.